ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ പേര് നിങ്ങൾക്ക് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് എല്ലാവരും അനുഭവിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. ഒരു കാരണവും ഇല്ലാണ്ട് ശരീരത്തിൽ ചൊറിഞ്ഞ് പൊങ്ങി വരിക എന്നുള്ളത് എല്ലാ ആൾക്കാർക്കും അനുഭവം ഉള്ളത് തന്നെയായിരിക്കും. അതിൻ്റെ കാരണങ്ങളൊക്കെ പലത് തന്നെയായിരിക്കും. ഇതിനെ നമ്മൾ വിളിക്കുന്നത് അർട്ടിക്കേരിയ എന്നാണ് വിളിക്കുന്നത്. ആയുർവേദത്തിലെ ശീതപിത്തം എന്നാണ് പറയപ്പെടുന്നത്. സോ അർട്ടിക്കേരിയ എന്ന വാക്ക് അത്ര ഫെമിലിയർ ഒന്നും അല്ലായിരിക്കും, പക്ഷേ ഈ ഒരു കാരണം എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ഒരുപാട് പ്രശ്നം ഉണ്ടാവും. കാര്യം വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ദേഹത്ത് ചൊറിഞ്ഞ് പൊങ്ങി വരിക, ആ ഒരു നീറ്റലോട് കൂടിയിട്ട് ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമായിരിക്കും. പക്ഷെ എപ്പോഴും ഇത് റെക്കറൻ്റ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരിക എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയായിരിക്കും നമ്മുടെ ബോഡിയിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒരു ശരീരത്തിൽ ഒരു കാരണവും ഇല്ല എന്ന് പറയുമ്പോഴും എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. അത് കണ്ടെത്തി കറക്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടുള്ളൂ. സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാവുമല്ലേ, ഒരു ഉറുമ്പ് കടിച്ചാൽ അല്ലെങ്കിൽ കൊതുക് കടിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ചൊറിഞ്ഞ് പൊങ്ങി വരും ഒരു ഭാഗത്ത്. ചിലപ്പോൾ ഒരു റെഡ് ചുവന്നിട്ടുണ്ടാകും. ആ ഒരു ഭാഗത്ത് തൊട്ട് നോക്കുമ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ചൂട് അനുഭവപ്പെടുന്നതായിരിക്കും. ഇതാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇത് മാത്രമല്ല, ചില ചെടികളുടെ അടുത്തൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കും കാലിലും കൈയുടെ ഭാഗത്തും ഒക്കെ ഇതുപോലെ നമുക്ക് കണ്ടുവരാറുണ്ട്. ആ ഒരു 1, 2, 3 മണിക്കൂറൊക്കെ അത് തുടർന്ന് കാണാറുണ്ട്. ചിലർക്ക് ഒരുപാട് ദിവസം അതങ്ങനെ തന്നെ നിൽക്കും. പെട്ടെന്ന് ചിലർക്ക് വന്നിട്ട് പോകും, അത് ഓക്കെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 ആഴ്ച ഇത് ഇങ്ങനെ തന്നെ നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചെടി, അതുപോലെ തന്നെ ചില ഇതേപോലത്തുള്ള ഇൻസെക്റ്റ് ബൈറ്റ്, ഇതല്ലാണ്ട് ചില മെഡിസിൻ എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി റിയാക്ട് ചെയ്ത് കാണാറുണ്ട്. ഇനി അതുമല്ല, മറ്റു കാരണം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാരിൽ ഇപ്പോൾ കണ്ടുവരാറുണ്ട്. കാര്യം നമ്മളെല്ലാം ഒരുമിച്ച് കഴിക്കുന്നവരുണ്ട്. തൈര്, അതുപോലെ തന്നെ തൈരിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത കോമ്പിനേഷൻസ് കഴിക്കാറുണ്ട്. ചിലത് കഴിക്കാൻ പാടില്ല, ബീഫ്, പ്രോൺസ്, ഇവയൊക്കെ കഴിക്കുമ്പോഴും ചില ആൾക്കാരിൽ ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു അലർജി ഉണ്ടാക്കുന്ന ഫുഡ് ആയിക്കോട്ടെ, മെഡിസിൻ ആയിക്കോട്ടെ, എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അത് കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. എന്തെങ്കിലും ഒരു ഇൻസെക്റ്റ് കഴിച്ചാൽ മാത്രമല്ല, ചില ചെടികൾക്ക് ഇതുണ്ട്, ചില മെഡിസിൻസിന് ഇതുണ്ട്, ചില ഫുഡിന് ഇതുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അത് കണ്ടെത്തുക എന്താണെന്നുള്ളത്. അലർജി ടെസ്റ്റൊക്കെ ഉണ്ട്, ഫുഡിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതിനും ടെസ്റ്റ് ഉണ്ട്. അത് കണ്ടെത്തിയിട്ട് ആ ഒരു സാധനം ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫുഡിൻ്റെ കാര്യത്തിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യം ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ട്. അത് എല്ലാ ആൾക്കാരിലും ഒരുപോലെ ആയിരിക്കില്ല റിയാക്ട് ചെയ്യുന്നത്. ഒരാൾ കഴിച്ചു, പക്ഷേ എനിക്ക് മാത്രമേ പ്രശ്നമുണ്ടായി എന്ന് പറയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുക, ചിലപ്പോൾ അയാളുടെ ബോഡിയിൽ അത് അങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല, നമ്മുടെ ബോഡിയിൽ റിയാക്ട് ചെയ്യും. ഇനിയിപ്പോൾ എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോൺസ് തന്നെ എടുക്കാം. പ്രോൺസ് കഴിച്ചു, കൊഞ്ച് കഴിച്ചു ഒരാൾക്ക്. ആദ്യം നമ്മൾ കഴിച്ചു, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം IgE എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മുടെ കോശങ്ങളിൽ, പ്രധാനമായിട്ടും സ്കിന്നിൻ്റെയും അതുപോലെ തന്നെ രക്തത്തിൻ്റെ സെൽസ്, അവിടെയൊക്കെ ഇതുണ്ടായി വയ്ക്കും. രണ്ടാമത് നമ്മൾ വീണ്ടും കഴിക്കുമ്പോഴാണ് ബോഡി റിയാക്ട് ചെയ്തിട്ട് ഹിസ്റ്റമിൻ പോലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചൊറിയുക, അതുപോലെ തന്നെ ചൊറിഞ്ഞ് പൊങ്ങി വന്നിട്ട് ആ ഒരു വീൽ പോലെ, ഹൈവ്സ് പോലെ വരിക. അത് മറ്റ് ഓരോ ആൾക്കാരിലും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്ക് ഇന്നത് തന്നെ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ബോഡിയിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി സ്കിന്നിൽ മാത്രമേ ഉണ്ടാകൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിലും ചിലപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ, ഇൻഫ്ലമേഷൻസ് ഒക്കെ വരും. അത് നമുക്ക് കാണാൻ പറ്റില്ല, അത് ടെസ്റ്റൊക്കെ ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമുക്ക് സ്കിന്നിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ള സംഭവമാണ്, അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എന്തോ ഒരു സംഭവം നമ്മുടെ ബോഡിയിൽ പോയതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ അലർജിക്ക് മറ്റ് സ്കിന്നിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും കണ്ടുവരും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കറക്റ്റ് ചെയ്യുക. ഇനി എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ ചൊറിഞ്ഞിട്ട് റെഡ്നെസ് പോലെ വന്നു കഴിഞ്ഞാൽ
ഒരിക്കലും ചൊറിഞ്ഞ് അതിന് എന്താ പറയുക വേറൊരു കണ്ടീഷനിൽ എത്തിക്കരുത്. ഉടനെ തന്നെ പൈപ്പ് വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ കഴുകാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നേരം ആ ഒരു വാട്ടർ ഫ്ലോയിൽ വച്ചിരുന്നതിന് ശേഷം നിങ്ങൾക്ക് കോൾഡ് കംപ്രസ് ചെയ്യാം. കോൾഡ് കംപ്രസ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, തണുത്ത വെള്ളം അല്ലെങ്കിൽ തണുത്ത ഐസ് ഒരു തുണിയിൽ പൊതിഞ്ഞ് ഈ ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കുക. അത് ഇൻഫ്ലമേഷൻസ് കൂടാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആണ് കോൾഡ് കംപ്രസ് ചെയ്യാമെന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ്, ഭയങ്കരമായിട്ട് പാനിക് ആവരുത്. ഇതിനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് പറ്റിയിട്ട് നമ്മൾ ഒരുപാട് ഇതിനെ പറ്റിയിട്ട് പാനിക് ആയാൽ ഈ ഒരു കണ്ടീഷൻ വേഴ്സ് ആയി മാറും. നിങ്ങൾ ശ്രദ്ധിക്കുക, അത് മാറും, ഒരു 2-3 മണിക്കൂറിനുള്ളിൽ തന്നെ അത് മാറും എന്ന ആ ഒരു മൈൻഡോട് കൂടിയിട്ട് ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ചൂട്, ഒരു കാരണവശാലും ആ ഒരു ഭാഗത്ത് ചൂട് തട്ടരുത്. കോൾഡ് കംപ്രസ് ഓക്കെയാണ്, പക്ഷേ ചൂട് തട്ടരുത്. ആ ഒരു സമയത്ത്, ആ ഒരു ദിവസങ്ങളിൽ നിങ്ങൾ എരിയും പുളിയുമായിട്ടുള്ള ആഹാരം കുറയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ആഹാരത്തിലും ആ ഒരു ശ്രദ്ധ കൊണ്ടുവരിക. ആ ഒരു സമയത്ത് ചിലപ്പോൾ 1-2 മണിക്കൂറിനുള്ളിൽ പോകുന്നത് ഓക്കെ, ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഹാരത്തിൽ എരിയും പുളിയും കുറയ്ക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത് തുളസി, അതുപോലെ വേപ്പ്, മഞ്ഞളൊക്കെ ചേർത്തിട്ട് നിങ്ങൾക്ക് ആഹാരത്തിൽ ഇന്റേർണലി കഴിക്കാം. കാര്യം അത് ഈ ഒരു ഇൻഫ്ലമേഷനൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഇതുപോലെ തുളസി നല്ലതാണ്, വേപ്പില നല്ലതാണ്, മഞ്ഞൾ നല്ലതാണ്, അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അലോവേറ, എന്താ പറയുക, കുമാരി, നമ്മൾ കറ്റാർവാഴ, അത് നല്ലതാണ്. കാര്യം തണുപ്പാണ്. ചന്ദനം നല്ലതാണ്. അപ്പോൾ അത്തരം പ്രയോഗങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, 1-2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്നത് ഓക്കെയാണ്, പക്ഷേ ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്നത് ഡോക്ടറിനെ കാണുക. ആയുർവേദത്തിലോ അതുപോലെ തന്നെ അലോപ്പതിയോ നിങ്ങൾക്ക് കാണിക്കാം. ആയുർവേദത്തിൽ നമ്മൾ സാധാരണയായിട്ട് കൊടുക്കുന്നത് ഗുളൂചാതി കഷായം കൊടുക്കാറുണ്ട്. ഹരിദ്രാകാണ്ഡം നല്ലതാണ്. കാര്യം ഹരിദ്രാകാണ്ഡത്തിൽ മഞ്ഞളാണ് അടങ്ങിയിട്ടുള്ളത്. അത് ഈ ഒരു ഇൻഫ്ലമേഷന് കുറച്ച് കൊണ്ടുവരാനായിട്ട് നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ തന്നെ ത്രിഫല, കടുക്ക, താനിക്ക, നെല്ലിക്ക അടങ്ങിയിട്ടുള്ള ത്രിഫല നല്ലതാണ്. അപ്പം ഇത്രയുമൊക്കെ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഡോക്ടർ കണ്ടിട്ട് കണ്ടീഷൻ നോക്കിയിട്ട് തരുന്നതായിരിക്കും. അലോപ്പതിയും നിങ്ങൾക്ക് കാണിക്കാം. ഇത്തരം എന്താ പറയുക അലർജിക് റിയാക്ഷനൊക്കെ ടെസ്റ്റൊക്കെ ചെയ്ത് മരുന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സ്ഥിരമായിട്ട് വരുന്നവർ, ഈ ഒരു സംഭവം സ്ഥിരമായിട്ട് വരുന്നവരും അതുപോലെ തന്നെ കുറേ നാൾ നീണ്ടു നിൽക്കുന്ന, ഒരു പ്രാവശ്യം ഇതുപോലെ വന്ന് തടിച്ച് പൊന്തിയിട്ട് അതുപോലെ നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ല 1-2 മണിക്കൂർ ഒക്കെ വന്നിട്ട് പോകുന്നവർക്ക് ഈ പറഞ്ഞ ടിപ്സും ഈ പറഞ്ഞ ചെറിയ ചെറിയ കഷായങ്ങളോ പൊടികളോ ഒക്കെ പ്രയോഗിക്കാം. ഉള്ളിലും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേഗം തന്നെ പോകും. അപ്പോൾ ഇതും നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു തരം റിയാക്ഷൻ കാരണമാണ് ഇങ്ങനെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. കാരണം കണ്ടെത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്